ചെയ്യേണ്ടി വരുന്നത്. ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. 24 ഫലസ്തീനികളെ കൂടിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ എന്ന പേരിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഹമാസ് അമേരിക്കയെ അറിയിച്ചത്. സുഹൈൽ തന്നെയാണ് വിവരങ്ങൾ നൽകാനുള്ള. സുഹൈൽ, ഈ വെടിനിർത്തൽ എന്നുള്ളത് വെറും കടലാസിൽ മാത്രമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായും 6 ആഴ്ചയായി ഈ താൽക്കാലിക വെടിനിർത്തൽ US-ന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ട് അവിടെ ഇപ്പോൾ ഈ ഒരു 6 ആഴ്ച പിന്നിടുമ്പോൾ 342 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ 342 പേർ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല 87 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ കൊല്ലപ്പെട്ട 24 പേരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികൾ കൂടിയാണ് എന്നറിയുമ്പോഴാണ് ഇസ്രായേൽ ഇതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾ എത്രമാത്രം അബദ്ധജടിലവും ഒരു നാടകവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കൊന്നത് മുഴുവൻ ഹമാസ് തീവ്രവാദികളെയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ ആക്രമണങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് ഗസ സിറ്റിയിൽ ഒരു ഡ്രോൺ ആക്രമണമാണ്. അവിടെ 21 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. മറ്റൊന്ന് ദൈറുൽ ബലായിലാണ്. ദൈറുൽ ബലായിൽ ഒരു വീട്ടിലാണ് ഇസ്രായേൽ ബോംബിടുന്നത്. അവിടെയും കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തി അതിലൊരു പ്രത്യാക്രമണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ അത് മുഴുവൻ കളവാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ആക്രമണം ചുരുളഴിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടുക തന്നെ വേണം എന്ന് ഹമാസ് ആവശ്യപ്പെടുകയാണ്. കാരണം ട്രംപ് നേരിട്ട് നൽകിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വെടിനിർത്തലിന് ഹമാസ് തയ്യാറാകുന്നത് എന്ന സൂചന അവർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാരായുള്ള മധ്യസ്ഥരായ രാജ്യങ്ങൾ ഖത്തർ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളോട് ഹമാസ് ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു അറുതി വേണം, ഇല്ല എങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന സൂചനകൾ ഹമാസ് നൽകുകയാണ്. പൂർണ്ണമായും ഹമാസ് വെടിനിർത്തൽ അവസാനിപ്പിച്ചു എന്ന വാർത്ത കഴിഞ്ഞ രാത്രി പുറത്തു വന്നിരുന്നു. അതിനെ ഹമാസ് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ സമ്മർദ്ദം ഈ ഒരു മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുകളിൽ വെക്കാനാണ് ഇപ്പോൾ ഹമാസ് വിചാരിക്കുന്നത്. ആ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യെല്ലോ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഗസയെ 2 മുറിച്ചുകൊണ്ട് പകുതിയോളം സ്ഥലം 53% ഇസ്രായേലിന്റെ കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടെ യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ വര വരച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വരയും കടന്നുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ് IDF സേനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത്. അത് ഗുരുതരമായ വെടിനിർത്തൽ ലംഘനമാണ് എന്ന് ഹമാസ് ആരോപിക്കുന്നു. അത്തരം ആക്രമണത്തിലൂടെ അവിടെ നിന്നുള്ള 300 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്രദേശത്തും 300 മീറ്റർ ഇങ്ങോട്ടും ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന ആളുകളെ വീണ്ടും കുടിയൊഴിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടപ്പലായനം വീണ്ടും നടക്കുന്നു. അപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുന്നുവെങ്കിലും കൊലപാതകം, അതേപോലെ തന്നെ കൂട്ടക്കൊലകൾ, വംശഹത്യ, പലായനം ഇതെല്ലാം തുടരുകയാണ്. അതോടൊപ്പം കടുത്ത ശൈത്യമാണ് ഗസയിൽ. അവിടെ ടെന്റുകൾ പോലും അവിടേക്ക് അനുവദിക്കുന്നില്ല. ഇപ്പോഴും റഫ അതിർത്തി തുറന്നിട്ടില്ല. റഫ അതിർത്തി വഴി ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും മരുന്നുകളും അതേപോലെ തന്നെ ഈ ടെന്റുകളെങ്കിലും കെട്ടാനുള്ള അവശ്യ സാധനങ്ങൾ കയറ്റി വിടണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിനൊന്നും ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല.